സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 31 മഹാബലി ദർപ്പശമനം. ഈ ദശകത്തിലെ ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥമായിട്ട് നമുക്ക് പഠിക്കാം. ആരാലും ജയിക്കപ്പെടുവാനരുതാത്ത ദേവ, അസുരേശ്വരനായ മഹാബലി ഭഗവാന്റെ ശരീരത്തിൻ്റെ ദിവ്യ തേജസ്സിൻ്റെ ദർശന നിമിത്തം പരമസന്തുഷ്ടിയോടെ എല്ലാ പ്രകാരത്തിലും അങ്ങയെ ഉപചരിച്ച് പൂജിച്ച് കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം അറിയിച്ചു: അല്ലയോ ബ്രാഹ്മണകുമാര, എന്നിൽ നിന്ന് ഭവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് ശങ്ക കൂടാതെ ആവശ്യപ്പെട്ടുകൊള്ളുക. മൃഷ്ടാനമായാലും വീടായാലും ഭൂമിയായാലും ഇതെല്ലാം തന്നെയായാലും ഞാൻ തരുന്നതാണ്. ഇതാണ് ശ്ലോകം 1 അർത്ഥം. ആശങ്കയൊന്നുമില്ലാത്ത ആ ബലിവാക്യത്തെ കേട്ടിട്ട് കരുണ നിറഞ്ഞവനാണെങ്കിലും ഭഗവാൻ ബലിയുടെ അഹംഭാവത്തെ ശമിപ്പിക്കണമെന്ന് കരുതി അസുരവംശത്തെ മുഴുവൻ കീർത്തിച്ചു. 3 അടി അളവിലുള്ള ഭൂമിയെ ആവശ്യപ്പെട്ടു. എല്ലാം തരണമെന്ന് പറയുകയാണെങ്കിൽ ആർക്ക് തന്നെ പരിഹാസമില്ലാതിരിക്കും എന്നാണ് ശ്രീമൻ നാരായണ ഭട്ടതിരി 2 ശ്ലോകത്തിൽ ചോദിക്കുന്നത്. നീ ബുദ്ധിയില്ലാത്തവനാണ്. ലോകങ്ങൾക്കെല്ലാം നാഥനായ എന്നോട് ഇപ്പോൾ കേവലം 3 കാലടി സ്ഥലം മാത്രം യാചിക്കുന്നുവല്ലോ. ഇതുകൊണ്ട് എന്തു പ്രയോജനമാണ്? ഭൂമി മുഴുവനും വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളുക എന്നിങ്ങനെ ആ ബലി അഹങ്കാരം കൊണ്ട് ഭഗവാനോട് പറഞ്ഞു. ആ ഒരു ഗർവം കൊണ്ട് അവൻ 3 അടി തികച്ചു തരുവാൻ തന്നെ കഴിവില്ലാത്തവനായി അധിക്ഷേപ വാക്കുകളെയും അഹങ്കാരത്തിൻ്റെ പരിപൂർണ ശാന്തിക്കായി ബന്ധനത്തെയും അതിനർഹനല്ലെങ്കിലും പ്രാപിച്ചു. ഇതാണ് ശ്ലോകം 3 അർത്ഥം. 3 കാലടി അളവ് കൊണ്ട് സന്തോഷപ്പെടാത്തവനാണെങ്കിൽ ലോകങ്ങളെയെല്ലാം കൊണ്ടും സന്തോഷിക്കുകയില്ല. അല്ലയോ ഭഗവാൻ, ഭഗവാനാൽ ഇപ്രകാരം പറയപ്പെട്ട സമയം ഇവൻ അങ്ങേക്കായി ജലം കൊണ്ട് നൽകുവാൻ പുറപ്പെട്ടപ്പോൾ അസുരഗുരുവായ ശുക്രൻ പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ പ്രേരണയാൽ കൊടുക്കരുത്, ഇദ്ദേഹം ശ്രീഹരിയാണ് എന്ന് അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞ് വെള്ളം കൊടുക്കുന്നത് മുടക്കുവാൻ ഉദ്യമിച്ചു. ഇതാണ് 4 ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ ഭഗവാൻ ശ്രീനാരായണമൂർത്തി തന്നെയാണ് ഇപ്രകാരം യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ ദാനം സമ്പൂർണമായ മനോരഥത്തോടു കൂടിയവനായി തീർന്ന് നൽകിയിരിക്കും. ഞാൻ ഈ ദാനം നൽകുക തന്നെ ചെയ്യും എന്നിങ്ങനെ ഉറച്ചു പറയുന്ന ആ അസുരൻ ശുക്രാചാര്യനാൽ ശപിക്കപ്പെട്ടു. എന്നിട്ടും തൻ്റെ പ്രേയസിയായ വിന്ധ്യാവലിയോടുകൂടി ദാനം ചെയ്യപ്പെട്ട പാദ്യത്തോടു കൂടിയ അങ്ങേക്കായിക്കൊണ്ട് ഉദകത്തോടുകൂടി ത്രൈലോക്യമടക്കം തനിക്കുള്ള സർവത്തെയും സമർപ്പിച്ചു. വളരെ ആശ്ചര്യം തന്നെ. ഇതാണ് 5 ശ്ലോകത്തിൻ്റെ അർത്ഥം. അസുരകുലത്തിന് അധിപതിയായ മഹാബലി ചക്രവർത്തി ഭഗവാനിൽ യാതൊരു സംശയവും കൂടാതെ ആ സർവസ്വത്തിൻ്റെയും ദാനത്തെ ചെയ്യുന്ന സമയം ദേവന്മാരോട് കൂടിയ മഹർഷിമാർ പുഷ്പവൃഷ്ടി ചുരിഞ്ഞു. ഭഗവാന്റെ അപ്രകാരമുള്ള ഈ ദിവ്യരൂപവും പ്രപഞ്ചവാസികൾ നോക്കിക്കൊണ്ടിരിക്കവേ ബ്രഹ്മാണ്ഡ കടാഹം വരെ ഏറ്റവും വർദ്ധിച്ചു. അതായത് ഭഗവാന്റെ വാമനാവതാരം 3 ലോകങ്ങളെക്കാൾ വലുതായി വളർന്നു വന്നു എന്നാണ് 6 ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. ബ്രഹ്മദേവനാകട്ടെ സ്വസ്ഥാനമായ സത്യലോകത്തിൽ എത്തിച്ചേർന്ന ഭഗവാന്റെ തൃപ്പാദത്തിൻ്റെ അഗ്രത്തെ കമണ്ഡലുവിലെ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ആ പുണ്യജലം എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കിയ ആകാശഗംഗയായ സന്തോഷാധിക്യത്താൽ ആകാശചാരികളാൽ വളരെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ മഹോത്സവത്തിൽ ഭക്തനായ ജാമ്പവാൻ പെരുമ്പറയടിച്ചു. ഇതാണ് 7 ശ്ലോകത്തിൻ്റെ അർത്ഥം. അല്ലയോ ഭഗവാൻ, ആ സമയം അസുരന്മാരാകട്ടെ തങ്ങളുടെ നാഥനായ മഹാബലിയുടെ സമ്മതം കൂടാതെ യുദ്ധം ചെയ്തു തുടങ്ങിയവരായി ഒന്നിച്ചു ചേർന്നവരായ അങ്ങയുടെ സേവകന്മാരോട് എതിരിട്ട് തോൽപ്പിക്കപ്പെട്ടു. തുടർന്ന് യാതൊന്നിൻ്റെ സഹായം കൊണ്ടാണോ നാം മുമ്പ് കാലങ്ങളിലെല്ലാം ജയത്തെ പ്രാപിച്ചത്, കാലസ്വരൂപിയായ ആ ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ വിരോധഭാവത്തെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് യുദ്ധം കൊണ്ടെന്ത് പ്രയോജനം എന്നുള്ള മഹാബലിയുടെ വാക്കുകൊണ്ട് അവർ പാതാളത്തെ പ്രാപിച്ചു. ഇതാണ് 8 ശ്ലോകത്തിൻ്റെ അർത്ഥം. ബഷീന്ദ്രനായ ഗരുഡനാൽ അരുണപാശങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ടവനായ ആ അസുരേശ്വരനോട് ഭഗവാൻ
ഉറക്കെ ഇപ്രകാരം പറഞ്ഞു: എനിക്ക് മൂന്നാമത്തെ അടിക്കുള്ള സ്ഥലം തരിക. നീ വിശ്വേശ്വരനല്ലേ? ഇനി തൻ്റെ കയ്യിൽ ഭൂമിയായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ മഹാബലി, ഭഗവാനെ, എൻ്റെ ശിരസിൽ തൃപ്പാദം വെച്ചാലും എന്നിങ്ങനെ ഒരു മടിയും കൂടാതെ പറഞ്ഞു. അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് തന്നെത്താൻ വന്നെത്തിയവനായ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചു. ഇതാണ് 9-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഞാൻ ഇപ്പോൾ ചെയ്തതെല്ലാം നിന്റെ അഹംഭാവത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു. നിനക്ക് സ്വർഗത്തെ കൂടി ജയിക്കത്തക്കതായ ലോകമുണ്ടാവട്ടെ. അതിൽ പിന്നെ ഇന്ദ്രപദവിയും അനന്തരം എൻ്റെ സായുജ്യവും പ്രാപിച്ചുകൊള്ളുക എന്നിങ്ങനെ ഭഗവാൻ ആ മഹാബലിയെ അനുഗ്രഹിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, വേദജ്ഞന്മാരായ ബ്രാഹ്മണരാൽ പൂർത്തിയാക്കപ്പെട്ട മഹായജ്ഞത്തോടുകൂടിയ ഭഗവാനെ രക്ഷിക്കണമേ. ഇതാണ് 10-ാം ശ്ലോകത്തിൽ ഭട്ടതിരി അപേക്ഷിക്കുന്നത്. നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഈ ദശകം ഇത്തിരി കട്ടിയായ വാക്കുകൾ കൊണ്ട് നിറഞ്ഞതാണ്. വളരെ ശ്രദ്ധയോടെ കുറേ തവണ ചൊല്ലിപ്പഠിച്ചാൽ മാത്രമേ നല്ലവണ്ണം ചൊല്ലാൻ പറ്റുള്ളൂ. നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ശ്രീമദ് നാരായണീയം ദശകം 31 മഹാബലി ദർപ്പശമനം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രീത്യാ ദൈത്യാസ്തവ തനുമഃ പ്രേഷണാത് സർവദാപി ത്വാമാരാധ്യൻ അജിതരജയൻ അഞ്ജലിം സഞ്ജഗാദ. മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. താമക്ഷീണാം ബലിഗിരമുപാ കന്യകാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമന ദൈത്യവംശം പ്രശംസൻ. ഭൂമിപാദത്രയപരിമിതാ പ്രാർത്ഥയാമാസീതത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യന്ന വാ സ്യാത്. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമി വൃണുകി മമുനെ ത്യാലപത്വാം സദൃപ്യൻ. യസ്മാദർപ്പാത് ത്രിപദ പരിപൂർത്യ ക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസോ അഗമദതർ ഹോബിഗാഢോഭ്യശാന്ത്യേ. പാദത്രയ്യ യദിനമുദിതോ വിഷ്ടഭൈർനാഭിതുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവതേ ദാതു കാമേധതോയം. ദൈത്യാചാര്യ സ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്വം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. യാജത്തേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോഭിദൈത്യ. വിന്ധ്യാവല്യാ നിജദയിതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സാ പ്രാർപ്പയത്തോയപൂർവം. നിസ്സന്ദേഹം ദിതികുലപദോ ത്വയ്യശേഷാർപ്പണം തത് വ്യാധന്വാനെ മുമുജുർഋഷയാ സാമരാ പുഷ്പവർഷം. ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈർ അവൃതവതി കൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോത്ഭവോऽസോ കുണ്ഠിതോയർ അസിജദപുനാത് യജ്ജലം വിശ്വലോകാൻ. ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേജരൈരുത്സവേസ്മിൻ ഭേരീനിഘ്നൻ ഭുവനമചരത് ജാംബവാൻ ഭക്തിശാലി. താവദ്ദൈത്യാ സ്തോനുമതിം ഹൃദേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോപേതൈർ ഭവതനുചരൈർ സംഗതാ ഭംഗമാപൻ. കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മാ കിം വോ യുദ്ധൈർ ഇതി ബലിഗിരാ തേദപാതാളമാപു. പാശൈർബദ്ധം പദകപദിനാ ദൈത്യമുച്ചൈരവാദീ താർത്തീകം
ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം ദർപ്പോചിത്തെ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജ പുനർ ഇത്യന്ന ഗൃഹ്ണാ ബലിം ത്വം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.